എല്ലാവർക്കും നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ സ്ഥാപനത്തിൽ എൻ്റെ ബുക്കുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ചർച്ചയ്ക്ക് അവസരമൊരുക്കിയ നിങ്ങളുടെ സ്ഥാപനാധികൃതർക്കും അധ്യാപകർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. തുർക്കി എന്നത് ഇന്ന് ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ മുസ്ലിം ലോകത്ത് പശ്ചിമേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെല്ലാം വളരെ നിർണായകമായ സ്ഥാനം ലഭിച്ച ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന് പാശ്ചാത്യ നാടുകളിലും അതുപോലെ തന്നെ അറബ് മുസ്ലിം നാടുകളിലും വലിയ രാഷ്ട്രീയ ശക്തിയായ ഒരു ചരിത്രവും കൂടി മുമ്പിലുണ്ട്. ഉസ്മാനിയ ഖിലാഫത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിങ്ങളുടെ ഒരു പ്രധാന ശക്തി കേന്ദ്രമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രവും കൂടിയിട്ടായിരുന്നു ആധുനിക തുർക്കി. ആ തുർക്കിയുടെ ആധുനിക ചരിത്ര സമകാലിക വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു രചനയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഈ കൃതിയിൽ ഒരുപക്ഷെ മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൊതുവെ തുർക്കി എന്ന് പറയുന്ന ഒരു രാഷ്ട്രവും അവിടെയുള്ള സമൂഹത്തെക്കുറിച്ചും അവിടുത്തെ സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളെക്കുറിച്ചും അവിടെയുള്ള പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റഡീസ് വിഷയങ്ങളിലുള്ള സംഭാവനകളെക്കുറിച്ചുമെല്ലാം വളരെ അപരിചിതമായ ചില ചിത്രങ്ങളാണ് കേരളത്തിൽ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. തുർക്കി എന്ന് പറയുന്ന ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്നും അവിടെ കുറച്ച് മിലിറ്ററി ഭരണകൂടങ്ങളുടെ ഒരു ചരിത്ര വർത്തമാനങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നതെന്നുമുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ചും ഇസ്ലാമിക് സ്റ്റഡീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതുവെ സിലബസുകളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ചർച്ചകൾ നമുക്ക് കാണാം. അതിൽ അറേബ്യൻ, പേർഷ്യൻ, സൗത്ത് ഏഷ്യൻ നാടുകളിലെ സ്കോളേഴ്സിനെയും ബുദ്ധിജീവികളെയും മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള അവരുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങളെയും സംഭാവനകളെയും മാത്രം കേന്ദ്രീകരിക്കുന്ന ചർച്ചകളാണ് നമുക്ക് പൊതുവെ ഈ സിലബസുകളിൽ പോലും കാണുവാൻ കഴിയുന്നത്. അത് കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അതായത് നൂറ്റാണ്ടുകളോളം പാശ്ചാത്യ നാടുകളിലും അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലുമെല്ലാം അധികാരം വാണ ഒരു സാമ്രാജ്യത്തിൻ്റെ ബാക്കപ്പ് ഉള്ള ഒരു രാജ്യത്തിൻ്റെ അവരുടെ വൈജ്ഞാനിക സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിലെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അവരിൽ ഉണ്ടായ, അത് ആധുനിക കാല തുർക്കിയിലാണെങ്കിൽ പോലും അവരിൽ രൂപപ്പെട്ട പണ്ഡിതന്മാരെയും ബുദ്ധിജീവികളെയും എഴുത്തുകാരെയും എഴുത്തുകാരികളെയും നമ്മുടെ ഇന്ത്യയിലാവട്ടെ അതല്ലെങ്കിൽ കേരളത്തിലാവട്ടെ സിലബസുകളിൽ പോലും മുസ്ലിം സ്ഥാപനങ്ങളിൽ പോലും പഠിപ്പിക്കപ്പെടുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ഗൗരവം നിറഞ്ഞ വിഷയമായിട്ടാണ് ഞാൻ കണ്ടത്. അതിൻ്റെ ഫലമെന്ന നിലയിലാണ് ഈ ഒരു രചന എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഒരുപക്ഷെ കേരളത്തിൻ്റെ സാഹിത്യ മേഖലയിൽ, അതൊരു ഭൂപ്രദേശത്തെ കുറിച്ചിട്ടുള്ള സാഹിത്യ ചരിത്രത്തിലും വർത്തമാനങ്ങളിലും ഈ തരത്തിലുള്ള പഠനങ്ങൾ ആദ്യമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ ബുക്കിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോവാം. എൻ്റെ പുസ്തകം പ്രധാനമായും 3 ഭാഗങ്ങളായിട്ടാണ് ഞാൻ തരംതിരിച്ചിട്ടുള്ളത്. അതൊന്ന് തുർക്കി ദേശം, ചരിത്രം, ദേശം, വൈദേശികം എന്ന ഭാഗം. അതുപോലെ തന്നെ രണ്ടാമത് തുർക്കി, ഇസ്ലാം, ജ്ഞാനം, ചിന്ത എന്ന രണ്ടാമത്തെ ഭാഗവും. മൂന്നാമത് പൊതുവെ തുർക്കിയെക്കുറിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബ് മുസ്ലിം നാടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ വനിതകളെ പ്രത്യേകം പരാമർശിക്കാതെ പോകുന്നതും നമുക്ക് കാണാം. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് സ്റ്റഡീസ് മാത്രമേ ഇങ്ങനെ വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ എന്നതും കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ, തുർക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പക്ഷേ അവിടുത്തെ സെക്കുലർ വായനകൾക്കും അതിനപ്പുറം നിന്നുകൊണ്ട് അവിടുത്തെ ദേശീയ സെക്കുലർ വായനകളെ ശക്തമായി വിമർശനാത്മകമായ
വിമർശനാത്മകമായ പണ്ഡിത വ്യവഹാരങ്ങളിലൂടെയും ലിറ്ററേച്ചറുകളിലൂടെയും സമീപിച്ച 3 സ്ത്രീകളെയും ഞാൻ എൻ്റെ പഠനത്തിൽ, എൻ്റെ ഈ വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനത്തോട് കൂടിയിട്ടാണ്. അതായത് ഏകദേശം 8 നൂറ്റാണ്ടിലധികം മുസ്ലിം നാടുകളെയും പകുതിയിലധികം പാശ്ചാത്യ നാടുകളെയും ഭരിച്ചിരുന്ന ഒരു ഖിലാഫത്തിൻ്റെ ഒരു പതനത്തിൻ്റെ അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും വിശദീകരിച്ചുകൊണ്ട് ആധുനിക തുർക്കിയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് കടന്നു വരികയാണ് ഈ ബുക്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത്. കാരണം ആധുനിക തുർക്കി പോലും രൂപപ്പെടുന്നത് മുൻകാലത്തെ സകലവിധ മുസ്ലിം ചിഹ്നങ്ങളിൽ നിന്നും ഒരു വിടുതി, ഒരു സെപ്പറേഷൻ പ്രഖ്യാപിച്ചു കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ഒരു മുസ്ലിം ചിഹ്നങ്ങളെ അവിടെ പിന്നീട് രൂപപ്പെട്ട കമാലിസ്റ്റ് സെക്കുലർ ശക്തികൾ അത് സമ്മതിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ആധുനിക തുർക്കിയുടെ ഇസ്ലാം ഇടപാടുകൾ എന്ന് ഞാൻ ഉൾപ്പെടുത്തിയത്. ഈ ഒരു ബുക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് അവിടുത്തെ ഇസ്ലാം ഒരു മതമെന്ന നിലയിൽ ഇസ്ലാം എങ്ങനെ ആയിരുന്നുവെന്നും വിവിധ കാലഘട്ടങ്ങളിലൂടെ, അതായത് ആധുനിക തുർക്കിയുടെ രൂപീകരണത്തിന് ശേഷം വിവിധ കാലഘട്ടങ്ങളിൽ ഒരു മതമെന്ന നിലയിൽ ഇസ്ലാമിനോടുള്ള ഭരണകൂടത്തിന്റെ നിലപാടുകൾ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഇസ്ലാം മതം വിശ്വസിച്ചിരുന്ന മുസ്ലിങ്ങൾ, അതായത് പ്രാക്ടീസിങ് മുസ്ലിങ്ങളായ ആൾക്കാരോട് അവർ ചെലുത്തിയ നിർബന്ധിത രീതികളും എല്ലാം ഞാൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററുകളിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ നമുക്ക് പോലും പരിചയമില്ലാത്ത, നമുക്ക് പോലും അത്ഭുതകരമെന്ന് തോന്നുന്ന ഒരു മുസ്ലിം നാടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ഇന്നത്തെ 90കളിലെ യൂട്യൂബിൽ ക്ലിപ്പുകൾ പോലും നമുക്ക് കാണുവാൻ കഴിയും. അത് പ്രധാനമായും ഹിജാബ് പോലുള്ള വിഷയങ്ങളിൽ, അതായത് ഒരു മുസ്ലിം സ്ത്രീക്ക് 90% മുസ്ലിങ്ങളുള്ള ഒരു നാട്ടിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് അവരുടെ സ്കൂളിലോ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പോകാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ഈ ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആധുനിക തുർക്കിയുടെ ഇസ്ലാം ഇടപാടുകൾ എന്ന ഒരു ചാപ്റ്ററിൽ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും കടന്നു വരുന്നുണ്ട്. അതിനുശേഷം തുർക്കിഷ് മാതൃക, തുർക്കിഷ് മോഡൽ എന്ന രീതിയിൽ 2000-ന് ശേഷം അവിടുത്തെ ഒരു ഭരണ സംവിധാനം മാറുകയും ഇപ്പോൾ നിലവിലുള്ള റജബ് തയ്യിബ് എർദോഗാൻ എന്ന് പറയുന്ന ഭരണകർത്താവിന്റെ നേതൃത്വത്തിൽ പുതിയൊരു രാഷ്ട്രീയ മാതൃക രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതിനെ തുർക്കിഷ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു മോഡലിന്റെ ആഭ്യന്തരവുമായും ഇന്റർനാഷണലുമായ പോളിസികളെയും ഡിപ്ലോമസികളെയും ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഇതിനു മുമ്പ് 2000-ന് മുമ്പ് അവിടെയുള്ള മൈനോറിറ്റികൾക്ക് അധികാരമുണ്ടായിരുന്നില്ല, അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല, അവരുടെ ഭാഷകൾക്ക് പ്രത്യേകിച്ച് പരിഗണന ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ ധാരാളം മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ ശക്തമായ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. വികസനം വളരെ കുറവായിരുന്നു. സാമ്പത്തികമായ ഒരുപാട് തകർച്ച അവർക്ക് നേരിടേണ്ടി വന്നു. ഇങ്ങനെ ഒരുപാട് ഭീഷണികൾ നേരിട്ട സാഹചര്യത്തിലാണ് ഈ തുർക്കിഷ് മോഡൽ എന്ന് പറയുന്ന ഒരു വിഷയം ലോകത്തും പ്രത്യേകിച്ച് തുർക്കിയിലും ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിന്റെ പ്രധാന കാരണം റജബ് തയ്യിബ് എർദോഗാന്റെ, അതായത് ഇന്നത്തെ പ്രസിഡന്റിന്റെ പാർട്ടിയുടെ പേരാണ് AK പാർട്ടി, അതായത് അക് പാർട്ടി, ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് വികസനവും നീതിയും പ്രധാന ഒരു മോട്ടോ ആയി, മുദ്രാവാക്യമായി സ്വീകരിച്ച പാർട്ടി എന്ന നിലയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ 2000 മുതൽ ഏകദേശം 2005 വരെയുള്ള കാലഘട്ടങ്ങളിൽ തുർക്കിയിൽ ഒരു നവോത്ഥാനത്തിന്റെ ഒരു ഭാഗമായിട്ട് തുർക്കിഷ് പണ്ഡിതന്മാർ അത് വിലയിരുത്തുന്നത് നമുക്ക് കാണാം. അതിന്റെ ഒരു ചുരുക്കെഴുത്താണ് തുർക്കിഷ് മാതൃക ആഭ്യന്തര അന്താരാഷ്ട്ര നയങ്ങൾ എന്ന പേരിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററിൽ AK പാർട്ടിയും, അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടിയും തുർക്കിയിൽ അന്ന് നിലനിന്ന രാഷ്ട്രീയ പരിസരത്തെയും വിശദീകരിക്കുന്നുണ്ട്. അതിന് മെയിൻ കാരണം, ഈ ചാപ്റ്ററിലെ ഒരു പ്രധാന കൺസേൺ എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ അവിടെ ഉണ്ടായിരുന്ന സെക്കുലർ കമാലിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വിശ്വാസത്തിനും സാമൂഹ്യമായ ഒരു പ്രാധാന്യവും പ്രാതിനിധ്യവും നൽകുന്നതിൽ അവർ തയ്യാറായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ജനങ്ങൾക്ക് ഫ്രീഡവും പീസും, സമാധാനവും സ്വാതന്ത്ര്യവും ഒരുപോലെ ലഭിക്കേണ്ടതാണെന്നും ഫ്രീഡം ഇല്ലാതെ പീസ് ഇല്ല എന്നും, അതുപോലെ തന്നെ പീസ്, സമാധാനമില്ലാതെ സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് AK പാർട്ടി, അതായത് ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി മുന്നോട്ട് വന്നത്. ആ ഒരു വരവ്
ഒരു പക്ഷേ ആധുനിക തുർക്കിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായതായി ഞാൻ എൻ്റെ ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അടുത്ത ചാപ്റ്ററാണ് തുർക്കിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കിരാതമായ നാളുകളാണ്, വർഷങ്ങളാണ് അവിടുത്തെ പട്ടാള അട്ടിമറികളുടെ ചരിത്രത്തിലൂടെ ഞാൻ വിശദീകരിക്കുന്നത്. ഏകദേശം 71, 71, 70, 81, അതുപോലെ തന്നെ 97, അതിനുശേഷമുള്ള പല ഘട്ടങ്ങളിലും പലതവണയായി പട്ടാള അട്ടിമറി ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഓരോ ഭാഗത്തും ഓരോ പട്ടാള അട്ടിമറി നടക്കുമ്പോഴും അവിടെയുള്ള ജനാധിപത്യവാദികൾ, രാഷ്ട്രീയ പ്രവർത്തകർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പട്ടാളം, അത് കമാലിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടാള ഭരണകൂടം, അവർ അത് വീണ്ടും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും ഈ പൊളിറ്റിക്കൽ പാർട്ടികളെ മുഴുവനും നിരോധിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്തതോടുകൂടി തുർക്കിയുടെ സാമൂഹിക സാമ്പത്തികമായ ഒരുപാട് തകർച്ചകൾ നേരിടേണ്ടി വന്നു. IMF, ഇന്റർനാഷണൽ ബാങ്കിനും അതുപോലെ തന്നെ വിവിധ സാമ്പത്തിക സോഴ്സുകളിലൂടെയും കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കാലഘട്ടവും കൂടി ഈ പട്ടാള അട്ടിമറിയുടെ ഭാഗമായി നമുക്ക് തുർക്കിയിൽ കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് യൂറോപ്യൻ ഭാവനയിലെ അപരസ്വത്വം എന്ന പേരിൽ ഞാൻ വിശദീകരിക്കുന്ന തുർക്കിയുടെ ഒരു അവസ്ഥ. കാരണം കമാൽ പാഷ എന്ന് നമ്മൾ വിളിക്കുന്ന മുസ്തഫ കമാൽ അത്താതുർക്ക് ആധുനിക തുർക്കിയുടെ രൂപീകരണത്തിന് പ്രധാനമായ കാരണമായി കണ്ടത് അത് ഇസ്ലാമും മുസ്ലിം ഐഡന്റിറ്റികളുമെല്ലാം തുർക്കിയെ പിന്നോക്കം വലിക്കുന്നുവെന്നും അത് മാറ്റിക്കൊണ്ട് പരിപൂർണമായി ഒരു വെസ്റ്റേൺ ഐഡന്റിറ്റിയാണ് തങ്ങൾക്ക് വേണ്ടത് എന്നുള്ളൊരു ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ആധുനിക തുർക്കിയുടെ രൂപീകരണം പോലും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിന് വേണ്ടി യൂറോപ്യനൈസേഷൻ, യൂറോപ്യനായി മാറുക, അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനികവൽക്കരിക്കുക എന്നൊരാശയം മുന്നിൽ നിർത്തിക്കൊണ്ട് 1924 മുതൽ ഈ നിമിഷം വരെയും തുർക്കി യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആ ഒരു സർക്കിളിൽ ഒതുങ്ങിക്കൊള്ളുവാൻ, വന്നു ചേരുവാൻ ശ്രമം നടത്തിയിട്ട് നൂറ്റാണ്ടുകളായി. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പോലും ഇന്ന് വരെയും തുർക്കിക്ക് യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രങ്ങളിൽ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും തുർക്കിയെ ഒരു മുസ്ലിം ഭാഗമായി കാണുകയും തുർക്കി എങ്ങാനും യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് കിട്ടുകയാണെങ്കിൽ യൂറോപ്പിന്റെ തന്നെ മുഖം മാറുമെന്നും അതോടുകൂടി ചില നിരീക്ഷകർ പറഞ്ഞത്, ചില മിനിസ്റ്റേഴ്സ് പറഞ്ഞ ഒരു കാര്യം, ഒരു ഇറ്റലിയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്നു, അവർ പറഞ്ഞത് യൂറോപ്പിലെങ്ങാനും തുർക്കി വരികയാണെങ്കിൽ യൂറോപ്യ, അതായത് അറേബ്യ എന്ന രീതിയിൽ യൂറോപ്യ ആയി മാറും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പോലും വെച്ചു. ആ ഒരു തരത്തിൽ തുർക്കിയെ അകറ്റി നിർത്തുക, അതുപോലെ തന്നെ തുർക്കി എങ്ങാനും യൂറോപ്പിൽ വരികയാണെങ്കിൽ യൂറോപ്പിന്റെ സാംസ്കാരികപരമായ മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന തരത്തിലുള്ള ഒരു ഇസ്ലാമോഫോബിക്കായ, തുർക്കോഫോബിയയും അതുപോലെ തന്നെ ഇസ്ലാമോഫോബിക്കുമായ ഒരു കാഴ്ചപ്പാടുകൾ ഇപ്പോഴും പല യൂറോപ്യൻ രാഷ്ട്രങ്ങളും കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് തുർക്കിയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ചരിത്രം. കാരണം ലോകത്തെങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപം കൊണ്ടത് അസമത്വങ്ങൾക്കെതിരെയും അനീതികൾക്കെതിരെയും വിവിധ സാമൂഹ്യപരമായ വിഭാഗിതകൾക്കെതിരെയും ശബ്ദിച്ചുകൊണ്ടാണല്ലോ. അതുപോലെ തന്നെയാണ് തുർക്കിയുടെ ജനാധിപത്യ രാഷ്ട്രീയ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വരവും ഈ ഒരു തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും തുർക്കിഷ് ഭരണകൂടം കമ്മ്യൂണിസ്റ്റുകളെയും തൊട്ടടുത്ത ചാപ്റ്ററിൽ ഞാൻ വിശദീകരിക്കുന്ന കുർദ് വംശജരെയും, കാരണം കുർദ് എന്ന് പറയുന്നത് തുർക്കിയുടെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വംശജരാണ്. പ്രത്യേകിച്ച് തുർക്കി, സിറിയ, ഇറാൻ, ഇറാഖ് എന്നീ രാഷ്ട്രങ്ങളുടെ അതിർത്തികളിൽ കൂടി താമസിക്കുന്ന ഒരു പ്രത്യേക ജനതയാണ് കുർദ് വംശജർ. അവരുടെയിൽ ജനാധിപത്യ പ്രക്രിയ സജീവമാവുകയും അവർക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും നല്ല സജീവ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. അതോടുകൂടി തുർക്കിയിൽ രൂപപ്പെട്ട പട്ടാള ഭരണകൂടങ്ങളെല്ലാം ഈ കുർദ് വംശജരെയും കമ്മ്യൂണിസ്റ്റുകളെയും ഭീകരരായി ചിത്രീകരിക്കുകയും അത് തുർക്കിയുടെ ദേശീയതയ്ക്കും തുർക്കിയുടെ സെക്കുലർ മുഖത്തിനും തുർക്കിയുടെ സുരക്ഷയ്ക്കും വിരുദ്ധമായ ഒരു വിഭാഗം എന്ന നിലയിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകളെയും അതിൻ്റെ കൂടെ കുർദുകളെയും വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു
ആ, കാണുന്ന ഒരു പശ്ചാത്തലം തുർക്കിയുടെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവസാനം നമുക്കിപ്പോൾ അറിയാം, സിറിയയിൽ ഒരുപാട് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയയിലും പ്രധാനമായി ഈ കുർദുകളുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയയുടെ രാഷ്ട്രീയ മേഖലയിൽ തുർക്കി പ്രധാനമായും ഇടപെടുന്നതിന്റെ കാരണം ഈ കുർദുകൾ സിറിയയിൽ നിന്നുകൊണ്ട് തന്നെ തുർക്കിക്കെതിരെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ധാരാളം 1940 മുതൽ ഏകദേശം കഴിഞ്ഞ മാസം വരെയെങ്കിലും നിരവധി അറ്റാക്കുകളിലൂടെ ധാരാളം തുർക്കിഷ് സിറ്റിസൺസിനെ വധിച്ച ചരിത്രം ഈ കുർദിഷ് മിലിറ്റന്റുകൾക്കുണ്ട്, കുർദിഷ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കുണ്ട്. അതിൽ PKK എന്ന് പറയുന്ന കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഈ കഴിഞ്ഞ മാസമാണ് അവരുടെ ആയുധങ്ങൾ താഴെ വെച്ചുകൊണ്ട് തുർക്കിഷ് ഭരണകൂടവുമായി ചർച്ച ചെയ്ത് സമവായത്തിലേക്ക് എത്തിയത്. അതോടുകൂടി ആ പ്രശ്നം ഇപ്പോൾ ഒരു ഇടവേളയിലേക്ക്, ഒരു നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചേരുകയും സമാധാനം ആ ഭാഗങ്ങളിൽ രൂപപ്പെട്ടതായി നമുക്ക് കാണാം. ഇതിന്റെ കൂടെ ഈ ഒരു ഭാഗത്ത് തന്നെ പ്രധാനമായും വിശദീകരിക്കുന്ന മറ്റൊരു ചാപ്റ്ററാണ് തുർക്കിഷ് ടെലി സീരീസുകളും അതിലൂടെ തുർക്കിഷ് ഭരണകൂടം ഉപയോഗിക്കുന്ന സോഫ്റ്റ് പവർ ഡിപ്ലോമസിയെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനം. ഒരുപക്ഷെ തുർക്കി എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഒരു പുതിയ ജനറേഷൻ, നമ്മൾ ന്യൂ ജനറേഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ താല്പര്യപൂർവ്വം സമീപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തുർക്കിയിൽ നിന്ന് രൂപപ്പെട്ട പുതിയ സിനിമകളെയും സീരീസുകളിലൂടെയുമുള്ള ഒരു അറിവിലൂടെയാണ്. പ്രത്യേകിച്ച് എർത്തുറുകൾ സീരീസ് ആവട്ടെ, ഉസ്മാനി സീരീസ് ആവട്ടെ, അതുപോലെ തന്നെ സെൽജൂക്കുകളെ കുറിച്ചുള്ളതാവട്ടെ, അതുപോലെ ജലാലുദ്ദീൻ റൂമി, അങ്ങനെ നിരവധി പണ്ഡിതന്മാരെയും ഭരണകൂടങ്ങളെയും കുറിച്ചിട്ടുള്ള മധ്യകാലഘട്ടത്തിലെ ആ ഒരു ചിത്രീകരണം അതിഗംഭീരമായി ഇവർ ചിത്രീകരിച്ചതോടുകൂടി തുർക്കി എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തെക്കുറിച്ചും അത് തുർക്കി ഭാഷയെക്കുറിച്ചും അവരുടെ സോഫ്റ്റ് പവറിനെ കുറിച്ചും അവരുടെ പോപ്പുലർ കൾച്ചറിനെ കുറിച്ചും ലോക ജനതയ്ക്കിടയിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ പോലും ഒരുപക്ഷെ ഞാൻ പോലും തുർക്കിഷ് ലാംഗ്വേജ് പഠിപ്പിക്കാനും തുടങ്ങുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഡിപ്ലോമസിയുടെ ഒരു സ്വാധീനം കൊണ്ടാണെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയും. അതിൻ്റെ കൂടെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ്, ഒരുപക്ഷെ ഇന്നും ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യലായ വിവാദപരമായ ചർച്ചയാണ് തുർക്കി ഇസ്രായേൽ ബന്ധം എന്നുള്ളത്. അത് വളരെ വിശദമായി തന്നെ എൻ്റെ ഈ ബുക്കിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ആധുനിക തുർക്കി രൂപപ്പെട്ടപ്പോൾ അവരുടെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത് മുസ്ലിം നാടുകളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുക, കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ കൂടെ അവർ ചെയ്തത് പാശ്ചാത്യ നാടുകളുമായും അമേരിക്കയുമായും ചേർന്ന് നിൽക്കുക, അതിൻ്റെ കൂടെ ആ ഒരു പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റിനോട് ഏറ്റവും ആദ്യം ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് തുർക്കി ചെയ്ത പ്രധാനപ്പെട്ട ഒരു രീതി, ഒരു നിലപാട്. അതിൻ്റെ ഭാഗമായി ആദ്യമായി ഒരു മുസ്ലിം നാടുകളിൽ തുർക്കിയുമായി ഒരു ഉഭയകക്ഷി ബന്ധവും ഒരു കോൺസുലേറ്റും എംബസിയും രൂപപ്പെടുന്നത് അത് തുർക്കിയിലാണ്. അതിനുശേഷം നിരവധി തവണ 2000 വരെയെങ്കിലും തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2000-ന് ശേഷം എർദോഗാന്റെ ഭരണകൂടം രൂപപ്പെടുകയും അതോടുകൂടി പലവിധ വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഫലസ്തീൻ ബന്ധപ്പെട്ട വിഷയങ്ങളിലും നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഫലസ്തീനോടൊപ്പം നിൽക്കുന്ന ആധുനിക തുർക്കിയുടെ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ഭാഗമായി ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു ചരിത്രവും നമുക്ക് കാണാം. ഇപ്പോഴും ഈ ഇസ്രായേലുമായി ഒരുപാട് പ്രശ്നങ്ങൾ ഇടങ്ങി നിൽക്കുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്, തുർക്കിക്കുണ്ട്. പലവിധ മേഖലകളിൽ ഇസ്രായേലിനെ അന്താരാഷ്ട്ര ലെവലിൽ സമ്മർദ്ദത്തിലാക്കുക, അവരുടെ പ്രശ്നങ്ങൾ, അതായത് അവരുടെ വാർത്തകൾ തുർക്കിയുടെ TRT ചാനലിലൂടെ, തുർക്കിയുള്ള ബാക്കിയുള്ള മീഡിയകളിലൂടെ ഇസ്രായേലിന്റെ അധിനിവേശ താല്പര്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരിക, അതുപോലെ തന്നെ UN-ലും യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അടക്കമുള്ള വിവിധ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലെല്ലാം ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുക എന്നീ തരത്തിലുള്ള ഒരു സോഫ്റ്റ് പവർ, അതുപോലെ തന്നെ ഡിപ്ലോമസി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നയനിലപാടാണ് തുർക്കി ഇപ്പോൾ സ്വീകരിക്കുന്നത്. പലപ്പോഴും ഈ തുർക്കി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ ആൾക്കാർ വളരെ അത്ഭുതത്തോടുകൂടി കാണുകയും ഈ ഫലസ്തീൻ വിഷയത്തിൽ വലിയ താല്പര്യത്തോട് പ്രതികരിച്ചത് കൊണ്ട് ഇസ്രായേൽ ഫലസ്തീനുകളെ അറ്റാക്ക് ചെയ്തപ്പോൾ തുർക്കി കയറി ഇടപെടുമെന്നൊക്കെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു. എന്നാൽ തുർക്കി എന്ന് പറയുന്നത് ഹൈലി ഒരു നാഷണലിസ്റ്റ് സെക്യുലർ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നവരാണ്. എന്നാൽ 2013
തുർക്കിയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോയ ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്ന ഒരു ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുകയും 7 തുർക്കി സിറ്റിസനെ വധിക്കുകയും ചെയ്തതോടുകൂടി ഇസ്രായേലിനെതിരെ തുർക്കി നയനിലപാടെടുക്കുകയും അവരിൽ നിന്ന് കോമ്പൻസേഷൻ ചോദിച്ചു വാങ്ങുകയും അതിന്റെ ഭാഗമായി റഫ അതിർത്തി തുറക്കാൻ കൽപ്പിക്കുകയും ചെയ്ത ഒരു ചരിത്രം. അതിൻ്റെ കൂടെ തന്നെ നെതന്യാഹുവിന് എർദോഗാനോട് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ഈ ഒരു തരത്തിൽ തുർക്കിയെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ശക്തമായി തുർക്കി ഇടപെടുന്ന ഒരു ചരിത്രവും കൂടി നമുക്ക് മുമ്പിലുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ ആദ്യത്തെ പോർഷന്റെ ഭാഗമായി ഞാൻ അവസാനം AK പാർട്ടി, അതായത് നിലവിലുള്ള ഭരണകൂടം അവരനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ഭരണത്തിൽ ഇലക്ഷനുള്ള പരാജയങ്ങളെയൊക്കെ അവലോകനം ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി ആഭ്യന്തരമായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിലൊരു കാര്യം പ്രധാനമായും പറയേണ്ടത്, സിറിയയിൽ ആഭ്യന്തര കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഏകദേശം 3 മില്യൺ സിറിയക്കാരാണ് തുർക്കിയിൽ അഭയം തേടിയത്. എർദോഗാൻ അവരെ വളരെ സ്വാഗതപൂർവ്വം ക്ഷണിച്ചുവെങ്കിൽ പോലും തുർക്കിക്കുള്ളിൽ സിറിയൻ വിരുദ്ധത, കുടിയേറ്റ വിരുദ്ധത ശക്തമാവുകയും അവസാനത്തെ 2 പ്രധാനപ്പെട്ട ഇലക്ഷനുകളിൽ AK പാർട്ടി, അതായത് എർദോഗാന് പ്രധാനമായും ലഭിച്ചിരുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അൻകാറയിലും അതുപോലെ തന്നെ ഇസ്താംബൂളിലും AK പാർട്ടി, എർദോഗാന്റെ പാർട്ടി പരാജയപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതുപോലും ഇങ്ങനെയുള്ള വിശദീകരണങ്ങളും ഞാൻ എൻ്റെ ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് എൻ്റെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആധുനിക തുർക്കിയുടെ സംഭാവനകൾ. ഞാൻ പ്രഭാഷണത്തിന്റെ തുടക്കം പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും ഒട്ടുമിക്ക സിലബസുകളിലും, ഇസ്ലാമിക് സ്റ്റഡീസ് സിലബസുകളിലും അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് സിലബസുകളിൽ പോലും ഈ തുർക്കിയുടെ വൈജ്ഞാനിക മേഖലയെക്കുറിച്ചും ഭൗതിക സംഭാവനകളെക്കുറിച്ചും സംസാരിക്കുന്നതിൽ വളരെ പിശുക്ക് കാണിക്കുന്നവരാണ് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിലെ തുർക്കിയുടെ സംഭാവനകൾ, അത് ഉസ്മാനി ഖിലാഫത്തിന്റെ ചരിത്രം മുതൽ ആധുനിക തുർക്കിയുടെ ചരിത്രം വരെയും അവിടെ ഉണ്ടായ വിവിധ പണ്ഡിതന്മാരെയും ബുദ്ധിജീവികളെയും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിൽ തുർക്കിയിലെ സെയ്ദ് ഖുതുബിനെയും മൗദൂദിനെയും കുറിച്ചിട്ടാണ്. അതായത് അൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതനാണ് സെയ്ദ് ഖുതുബ്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്ത്യൻ, പാകിസ്ഥാനി, ബംഗ്ലാദേശ്, ശ്രീലങ്കൻ ഭാഗങ്ങൾ പരന്നു കിടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാന നേതാവാണല്ലോ മൗലാന മൗദൂദിയും. ഇവർ രണ്ടുപേരുടെയും രചനകൾ തുർക്കിയിൽ ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും അവിടെയുള്ള വൈജ്ഞാനിക, ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കുകളിലും വളരെ നിയതമായ, നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതിലും ഈ 2 പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അവലോകനവും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഫതഹുല്ല ഗുലാൻ എന്ന് വിളിക്കപ്പെടുന്ന ഏകദേശം കഴിഞ്ഞ വർഷം മരണമടഞ്ഞ ഒരു സൂഫി പണ്ഡിതനെ കുറിച്ചിട്ടാണ്. സൂഫി പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഒരു പ്രധാന ആളാണെങ്കിൽ പോലും അദ്ദേഹം കൂടുതൽ വെസ്റ്റേണായി ജീവിച്ച, പ്രത്യേകിച്ച് തസവുഫിനെ പാശ്ചാത്യ ലോകത്ത് കൂടുതൽ മനസ്സിലാക്കി കൊടുത്ത, സൂഫി ചിന്തകളെ പാശ്ചാത്യ ലോകത്തിന് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിലാണ് ഫതഹുല്ല ഗുലാൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോഴും നിരവധി സ്ഥാപനങ്ങളും നിരവധി ഹോസ്റ്റലുകളും സ്കൂളുകളും ഇപ്പോഴും പല മേഖലകളിലും ഉണ്ട്. അതേസമയം തന്നെ ഈ ഫതഹുല്ല ഗുലാൻ ഒരു പൊളിറ്റിക്കലി വിവാദ നായകനും കൂടിയിട്ടാണ്. കാരണം 2016 തുർക്കിയിലുണ്ടായ ഒരു പട്ടാള അട്ടിമറി ശ്രമത്തിന്റെ പുറകിൽ ഫതഹുല്ല ഗുലാൻ ആണെന്നാണ് തുർക്കിഷ് ഭരണകൂടം കരുതുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംഘടനയെയും ഗ്രൂപ്പുകളെയും നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയിട്ടുണ്ട്. ആ ഒരു തരത്തിൽ പൊളിറ്റിക്കലായും കൂടി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പണ്ഡിതനാണ് ഫതഹുല്ല ഗുലാൻ. മറ്റൊന്നാണ് ഫുആദ് സസ്കിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ ചരിത്രം. അതായത് ഫുആദ് സസ്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മധ്യകാലഘട്ടത്തിൽ, അതായത് പ്രത്യേകിച്ച് അബ്ബാസി ഖിലാഫത്തിന് ശേഷം മധ്യകാലഘട്ടത്തിലും 15-ാം നൂറ്റാണ്ട് മുമ്പ് വരെയുള്ള ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ, നിരവധി ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നല്ലോ. അവരുടെ എല്ലാത്തിൻ്റെയും രചനകളുടെ റെപ്ലിക്ക ഉണ്ടാക്കുകയും അവരെക്കുറിച്ച് നിരവധി പഠനങ്ങൾ സമർപ്പിക്കുകയും 17ഓളം വാള്യമുള്ള ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ തയ്യാറാക്കുകയും ചെയ്ത ഒരു പണ്ഡിതനാണ്. മരണമടയുമ്പോൾ 18ാമത്തെ മറ്റോ വാള്യത്തിന്റെ തയ്യാറെടുപ്പിലുമായിരുന്നു. ആയിരക്കണക്കിന് റിസർച്ചുകൾ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച്, അതിൽ സഹീഹ് ബുഖാരി എന്ന് വിളിക്കപ്പെടുന്ന ഇമാം ബുഖാരിയുടെ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിൽ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന ഒരു ലിറ്ററേച്ചറാണ്, ഹദീസ് ലിറ്ററേച്ചറിന്റെ ഭാഗമാണ് സഹീഹ് ബുഖാരി എന്ന് പറയുന്ന രചന.
ആ കിതാബിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ നിരവധി ഗവേഷണങ്ങളും ഉള്ളത്. അങ്ങനെ ശാസ്ത്രീയ മേഖലയിലാവട്ടെ, ഇസ്ലാമിന്റെ തിയോളജിയുടെ കാര്യങ്ങളിലാവട്ടെ ഒരുപടി സംഭാവനകൾ അർപ്പിച്ച ആളെന്ന നിലയിൽ ഫുആദ് സസ്കിനെയും ഇപ്പോഴും തുർക്കിഷ് ഭരണകൂടം പ്രത്യേകിച്ച് ആദരവ് നൽകിക്കൊണ്ട് പരിഗണിക്കുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരാളാണ് ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതൻ. ആധുനിക തുർക്കിയുടെ ചരിത്രത്തിൽ ഉണ്ടായ സകലവിധ നവോത്ഥാനങ്ങൾക്കും പ്രധാന കാരണഹേതു ഈ പറയുന്ന ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ ചിന്തകളിലെ അവിടെയുള്ള ഒട്ടുമിക്ക രാഷ്ട്ര നേതാക്കന്മാരും സ്വാധീനത്തിലായിരുന്നെന്ന് നമുക്ക് കാണാം. അതായത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന അബ്ദുള്ള ഗുൽ, അതുപോലെ തന്നെ അഹമ്മദ് ദാവൂദോഗ്ലു, റജബ് തയ്യിബ് എർദോഗാൻ, തുർഗുത് ഓസാൽ, അങ്ങനെ നിരവധി പണ്ഡിതന്മാർ, നിരവധി സ്കോളേഴ്സും ഭരണകർത്താക്കളും, അതുപോലെ തന്നെ ആദ്യ പ്രധാനപ്പെട്ട ഒരു വിവാദ നായകനായ പ്രധാനമന്ത്രിയായിരുന്ന റജബ് തയ്യിബ് എർദോഗാനും, അതുപോലെ തന്നെ നജമുദ്ദീൻ അർബക്കാനും എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അവരെയൊക്കെ രൂപപ്പെടുത്തിയ ഒരാളെന്ന നിലയിൽ ഷെയ്ഖ് സാഹിദ് കോത്കുവിന്റെ ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് തുർക്കി എന്ന് പറയുന്ന ആധുനിക സ്റ്റേറ്റിന്റെയും അവിടുത്തെ മുസ്ലിം ഇസ്ലാമിക ഇടപെടലിനെ കുറിച്ച് അറിയണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന പണ്ഡിതന്റെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും അടുത്തറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞൊരു ചുരുക്കം. അവസാനം ഈ എൻ്റെ ബുക്കിന്റെ അവസാനമായി 3 സ്ത്രീകളെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഖാലിദെ എദ്ബ് അദ്വാർ എന്ന് പറയുന്ന ആധുനിക തുർക്കിയിലെ കമാൽ പാഷയുടെ കൂടെ ആദ്യം ചേർന്ന് പ്രവർത്തിക്കുകയും എന്നാൽ കമാൽ പാഷയുടെ തന്നെ മാനുഷിക വിരുദ്ധമായ നിലപാടുകൾ, സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ, അൾട്രാ നാഷണലിസ്റ്റ് തീവ്രവാദി എന്ന നിലത്തിലേക്ക് പോയതോടുകൂടി വിവിധ സ്വരങ്ങളെ അടിച്ചമർത്താൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിയ ഒരു പണ്ഡിതയാണ് ഖാലിദെ എദ്ബ് അദ്വാർ എന്ന് പറയുന്ന സ്ത്രീ. അവർ നമ്മുടെ ഇന്ത്യയിലെത്തുകയും ജാമിയ മില്ലിയയിൽ പ്രഭാഷണം നടത്തുകയും ചെയ്ത അനുഭവങ്ങൾ പോലുമുണ്ട്. 1935 ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ അവർ ഇടപെടുന്ന ചില സംഭവങ്ങൾ പോലും നമുക്ക് കാണുവാൻ കഴിയും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നാഷണലിസ്റ്റായ, കമാലിസ്റ്റായ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു ആന്റി കമാലിസ്റ്റായ ജീവിതത്തിലേക്കും തുർക്കിയുടെ ട്രഡീഷണലായ വാല്യൂവിനെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വിമർശക എന്ന നിലയിലേക്കും ഖാലിദെ എദ്ബ് അദ്വാർ വളരുന്നത് നമുക്ക് കാണാം. അതുപോലെ മറ്റൊരാളാണ് ഷുലൈ യുക്സൽ ഷെല്ലർ എന്ന് വിളിക്കപ്പെടുന്ന, പുറം ലോകത്ത് തുർക്കിയുടെ മാൽക്കം എക്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന പണ്ഡിതയാണ് ഷുലൈ യുക്സൽ ഷെല്ലർ. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും പെൺകുട്ടികൾക്കിടയിൽ സജീവമായ ഹിജാബിന്റെ രീതി അത് പലതും തുർക്കിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അതിന്റെ പ്രധാന ഫോം ചെയ്തത് ഈ ഷുലൈ യുക്സൽ ഷെല്ലർ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവർ നിരവധി നോവലുകൾ എഴുതിയിട്ടുണ്ട്. അവർ പല ലിറ്ററേച്ചറിൽ പങ്കെടുത്തിട്ടുണ്ട്. അറിയപ്പെട്ട പ്രഭാഷകയായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു മാറ്റത്തിന് കാരണമായ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന വെൽഫെയർ പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ട, അല്ലെങ്കിൽ റഫ പാർട്ടി എന്നറിയപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകയും കൂടിയായി ഷുലൈ യുക്സൽ ഷെല്ലർ മാറുന്നത് നമുക്ക് കാണാം. അവിടുത്തെ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി, അതായത് പ്രാക്ടീസിങ് മുസ്ലിങ്ങളായ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി, അവരുടെ വസ്ത്രധാരണത്തിന് വേണ്ടി, അവരുടെ ഒരു മുസ്ലിം സ്ത്രീയുടെ പോപ്പുലർ കൾച്ചറുള്ള പൊതുയിടങ്ങളിലുള്ള റെപ്രസെൻറ്റേഷനെ കുറിച്ച് സംസാരിക്കുക എന്ന തരത്തിലും അതിൻ്റെ പേരിൽ നോവലുകളും അവരെഴുതുന്നതുണ്ടായി, സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നുണ്ടായി. പിന്നീട് ഈ നോവലുകൾ സീരിയലുകളായി മാറുന്ന ചരിത്രം പോലും ആധുനിക തുർക്കിയിൽ നമുക്ക് കാണുവാൻ കഴിയും. അത്തരത്തിൽ ആധുനിക തുർക്കിയിൽ വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു സ്ത്രീ എന്ന നിലയിൽ ഷുലൈ യുക്സൽ ഷെല്ലറിനെയും എൻ്റെ ഈ ബുക്കിൽ ഞാൻ നന്നായി വിശദീകരിക്കുന്നുണ്ട്. ഈ ബുക്കിന്റെ അവസാനം എന്ന നിലയിൽ മർവ കവാച്ചി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത്. ഇവരുടെ ഒരു ഇടപാടുകൾ, ആധുനിക തുർക്കിയുടെ ഇടപെടലുകൾ അതിവിവാദപരമായിരുന്നു. 1995 അവിടെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ റഫ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ജയിക്കുന്നു. അതിന്റെ ഭാഗമായി അവർ ആദ്യമായി എംബസിയിലേക്ക്, അവരുടെ അസംബ്ലിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ബഹളം വെച്ച് കൈയടിച്ച് അവരെ
അസംബ്ലിയിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന ഒരു ചരിത്രം പോലും ഉണ്ടായി. അതായത് സ്കാർഫ് ധരിച്ചതിന്റെ പേരിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത മർവ കവാച്ചിയെ പ്രതിപക്ഷ ബഹളത്തിന്റെ ഭാഗമായി അവരെ അസംബ്ലിയിൽ നിന്ന് പുറത്താക്കുന്ന സംഭവം പോലും ഉണ്ടായി. ഇവർ പിന്നീട് അമേരിക്കയിലേക്ക് പോവുകയും നിരവധി രചനകൾ നടത്തുകയും പ്രൊഫസറായി മാറുകയും ഒരുപാട് സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ തന്നെയാണ് പിന്നീട് ഒരു പ്രതികാരം എന്നോണം റജബ് തയ്യിബ് എർദോഗാൻ അവരെ മലേഷ്യയുടെ ആ ഭാഗത്തേക്കുള്ള അംബാസഡറായി തെരഞ്ഞെടുത്തതെന്ന് നമുക്ക് കാണാം. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രസകരമായ വസ്തുത, മർവ കവാച്ചിയുടെ മകൾ ഫാത്തിമ കവാച്ചിയാണ് ഇപ്പോൾ എർദോഗാന്റെ പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്ററായി മാറുന്നത് നമുക്ക് കാണാം. അത്രത്തോളം മർവ കവാച്ചിയുടെ ജീവിതവും നമുക്ക് സജീവമായി കാണാം. മലയാളത്തിന്റെ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിലെല്ലാം മർവ കവാച്ചിയുടെ ലേഖനങ്ങളോ അവരുടെ ജീവിതത്തിന്റെ ചില ഏടുകളൊക്കെയും പല ഭാഗങ്ങളായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് വായിക്കാം. ഈ തരത്തിൽ ആധുനിക തുർക്കിയുടെ രാഷ്ട്രീയവും സാംസ്കാരികവും അവരുടെ ആഭ്യന്തര വൈദേശിക നിലപാടുകളും അതുപോലെ തന്നെ അവരുടെ ഈ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടുകളും ആധുനിക തുർക്കിയുടെ വളർച്ചയിൽ സ്ത്രീകൾ ഉണ്ടാക്കിയ ഒരു സംഭാവനകളും ഇതെല്ലാമാണ്. അതിൻ്റെ കൂടെ ഇന്ന് തുർക്കി എന്ന് പറയുന്നത് ഇസ്ലാമിനും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും, പ്രത്യേകിച്ച് ഒരു മതം എന്ന നിലയിൽ മുസ്ലിങ്ങൾക്കും വലിയ സംഭാവന നൽകിയ ഒരു രാഷ്ട്രമെന്നും കൂടി ഞാനിതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുവായ തുർക്കിയെ കുറിച്ചിട്ടുള്ള പല കാഴ്ചപ്പാടുകളും മാറ്റുവാൻ ഈ രചനയ്ക്ക് സാധ്യമാകുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.